റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായത് അങ്ങനെയാ. എവിടെ? പട്ടാമ്പി എവിടെയുള്ള? നീയല്ലേ പറയാ എപ്പോഴും പട്ടാമ്പി റെയിൽവേ സ്റ്റേഷൻ അങ്ങനെ ഉണ്ടായിന്. എവിടെയുള്ള? പട്ടാമ്പി ഒറ്റപ്പാലത്തിനടുത്ത് പാലക്കാട് പോകുന്ന വഴിക്ക് കോഴിക്കോട് നിന്ന്. എന്നാ ഞാൻ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ മാറ്റി. അതെപ്പോ മാറ്റി? ഇനിയിപ്പോ നമുക്ക് കോഴിക്കോട് അറിയില്ല, പാലക്കാട് അറിയാലല്ലോ എനിക്ക്. അങ്ങനെ നമ്മുടെ 1 കോടിന്റെ ബംഗ്ലാവ് അവിടെ അല്ലേ? എവിടെ? പാലക്കാടോ? പട്ടാമ്പിയില്ല. 1 കോടിന്റെ ബംഗ്ലാവ് അമ്പലവയലുള്ള. അത് ഡോക്ടറിന്റെ അല്ലേ? അത് അവസാനം എനിക്ക് തന്നെ എഴുതി കൊടുക്കുന്ന തോന്നുന്നു, ഇങ്ങനെ പോകുന്ന പോക്ക് വെക്കുമ്പോഴേ. നിങ്ങൾക്ക് തന്നെ എഴുതി തരും. എന്നതാണുള്ള ബിസ്ക്കറ്റ് മുഴുവൻ ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ച് ഉറുമ്പ് കയറ്റി വെച്ചേക്കുന്ന. ഇന്നലെ തിന്നിട്ട് ശരിക്കും അടച്ചുകൊണ്ട് വെക്കാൻ അറിയത്തില്ല നിങ്ങൾക്ക്? അറിയത്തില്ലാത്ത തന്നെ എടുക്കേണ്ട കാര്യം. റസ്ക് ഒക്കെ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ അതിനോട് ഞാൻ ഊട്ടി ഒരിക്കുക, അതിനോട് അതും കൂടെ അവിടെ തന്നെ വെച്ച് എനിക്ക് മറന്നു പോകാതിരിക്കാൻ വേണ്ടിട്ട് മൊത്തം ഉറുമ്പാ. കുഞ്ഞാവ് കൊണ്ട് അടുക്കളയിലും വെച്ചു. ശരി. ഇങ്ങനത്തെ ലേറ്റായ ചോറിനാണ്? കുഞ്ഞാ വന്നില്ല, ഞാൻ ഞാനെപ്പോഴാണ് എന്റെ പ്രൊഫൈൽ പിക്ചർ ശ്രദ്ധിച്ചേ, കുഞ്ഞാറ്റന്റെ വെച്ചിട്ട് ബോർഡ് കണ്ടു നിറഞ്ഞിരിക്കുന്ന ഒരാള്. അതൊക്കെ പണ്ടേ. ഇപ്പൊ ഒന്നും മിണ്ടത്ത് പോലും ഇല്ല, വർത്താനം പോലും പറയില്ല. രാവിലെ വീഡിയോ കോൾ വിളിച്ചു ഞാനും ട്രേസിയും കുഞ്ഞാവയും കൂടെ. അപ്പൊ മിണ്ടുന്നില്ല, കാണില്ല. ഇപ്പൊ എങ്ങും ഇറക്കുന്നില്ലല്ലോ, അതിനകത്ത് തന്നെയല്ല. വർത്താനം ഒന്നും ആരോട് വർത്താനവും പറയുന്നില്ല, ഒന്നുമില്ല. ചൂടിനെ പോലെ ആരോടും വർത്താനം പറയൂല, അങ്ങനെ ഇരിപ്പുണ്ട്. ഞാൻ ഇന്ന് രാവിലെ എന്താ ഏതോ ഡാൻസ് കളിക്കൂലേ, ഒരു തെലുങ്ക് അല്ല കാവാലയാ. കാവാലയാ. നിങ്ങൾക്കൊരു വീഡിയോ അയച്ചു തരാം. കുഞ്ഞാറ്റി നിങ്ങളും കൂടി കള്ളു കുടിച്ചിട്ട് ഡാൻസ് കളിക്കുന്നത്. വളരെ മുഖ്യം. ഞാൻ എടുത്ത വീഡിയോയാ. വേണ്ട പോയത് പോയി പോടടാ. ഇക്കുമല്ല, ഞാൻ കുഞ്ഞാവന്റെ റീൽസ് കണ്ടതാ. കുഞ്ഞാവ് റീൽസ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ടോ? ഇവര് എവിടം വരെ ഇടിയമ്മയിൽ വരെയാ നടന്നേക്കുന്നേ, ഫോട്ടോയും എടുത്തിട്ട്. സ്കൂളിൽ അപ്പോഴേ എത്തി, ചെന്നപാടെ ബസ് കിട്ടി പോയി. ഞാൻ വിളിക്കുമ്പോ അവള് ബുക്കും വാങ്ങി തിരിച്ചിറങ്ങി വരിക. എന്നിട്ട് അവിടുന്ന് സ്കൂളിന്റെ അവിടുന്ന് ഇടിയമ്മയിൽ വരെ ഫോട്ടോ എടുത്ത് കളിച്ച്. ഒരു പട്ടിയുണ്ട്, കഴിഞ്ഞ ദിവസം ഞങ്ങൾ പോയപ്പോ ഒരു പട്ടി ഉണ്ടായിരുന്നു, ഒരു കറുത്ത പട്ടി. ആ പട്ടി ഇടിയമ്മയിൽ വരെ ഇവരെ കൊണ്ടാക്കിയിട്ട് ഷൂ വെച്ചപ്പോ പോയിന്ന്. ഒന്നും വാങ്ങിച്ചു കൊടുത്തില്ല പട്ടിക്ക്? എന്ത് വാങ്ങിച്ചു കൊടുക്കാനോ? അത്രയും ദൂരം പട്ടി വന്നല്ല പാവം. ഞാൻ ഇന്നലെ വരുമ്പോ വൈകുന്നേരം വരുമ്പോ നോക്കാം, മഴയത്ത് ഓരോ പട്ടികള് അവിടെ പാറക്കല്ലും കണ്ട്, അതുപോലെ മേപ്പാടിനിപ്പുറം കണ്ട്. മഴയത്ത് നനഞ്ഞിട്ട് ആ പട്ടി ഒരു ചായപ്പിന്റെ മുമ്പിൽ ഒരു പട്ടി മഴ നനയുന്നുണ്ട്, ഇങ്ങനെ നിൽക്കുക, എന്തെങ്കിലും കിട്ടുമോ എന്ന് വെച്ചിട്ട്. ഞാൻ നോക്കി, ഇതെല്ലാം ആൾക്കാർ പറഞ്ഞു ഈ പട്ടീനെ പോലെ എന്തിനാ വെയിറ്റ് ചെയ്തതെന്ന്. ഞാൻ പട്ടിയാണോ ഇങ്ങനെ വെയിറ്റ് ചെയ്യാനൊക്കെ പറ്റും? പട്ടിനെ വായും പൊളിച്ച് പാവം, അതിന് വിശപ്പടക്കാണ്. ചോദിക്കാനും പറ്റില്ല, ചോദിക്കാൻ അധികാരമല്ല, കൊടുത്താലേ കൊടുക്കും. എന്നാലും ഇങ്ങനെ വായും പൊളിച്ച് നിൽക്കുക. അത് കാണുമ്പോൾ ഭയങ്കര ഒരു ഇത് തോന്നി. എന്താ ചെയ്യാ, ദൈവം കൊടുത്തേക്കുന്നതാണ്. റോക്സിക്ക് ഞാൻ ചോറ് കൊടുത്തില്ല, റോക്സിക്ക് ചോറ് കൊടുക്കണ്ടോ? എന്താ ചിക്കൻ അല്ലേ? ചിക്കൻ ഉണ്ട്. കുഞ്ഞാവ് ചോറ് എടുത്തോണ്ട് വായി തരാൻ വന്നതാ. മഞ്ഞ ബിസ്ക്കറ്റ് രസം ബാക്കി വന്നു എനിക്ക്. എല്ലാം പൊടിഞ്ഞു പോയി, തണുത്തു പോയി. ഇത് പേപ്പറിന്റെ കവറാ. അവർ ചില്ലിന്റെ കുപ്പിയിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ, ചില്ലിന്റെ ഗ്ലാസിന്റെ കുപ്പിയിലിടണമായിരുന്നു. മൊത്തം തണുത്തു പോയി. ശരിടാ, വൈകുന്നേരം മീൻ മാത്രം പോരെ? മീൻ വേണം, പിന്നില്ലേ ഇത് വേണം. എന്നതെന്നറിയാവോ? കംഫോർട്ട്. വാഷിംഗ് മെഷീനിലുള്ള തുണി സ്മെല്ലായിട്ടുണ്ടാവും, അതൊന്ന് കഴുകിയിട്ട് അത് കംഫർട്ട് വാങ്ങി തരാം. കംഫർട്ട്, പച്ചമുളക്, മീൻ, പിന്നെ വേറൊന്നും വേണ്ട. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഉണ്ടോടാ? അതൊക്കെ ഉണ്ട്, ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഉണ്ട്. കുഞ്ഞുകുട്ടിക്ക് എന്താ വേണ്ടേ? എനിക്കൊന്നും വേണ്ട,
എന്താടാ? ട്രേസിക്കുട്ടി ഇന്ന് പോയിന്ന് രാവിലെ ഒന്നും കഴിച്ചില്ലാന്ന്. ഉം. ഉച്ചക്ക് എന്നാ വിളിച്ചു നോക്കട്ടെ, ഉം, 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 ഉം. എന്നാ നോക്കട്ടെ. ശരി. നിങ്ങൾ എന്നാ എടുക്കുക? ഞാൻ വണ്ടിയിൽ കുത്തിയിരിക്കുന്ന അവര് ചോറിനാൻ പോയിട്ടുണ്ട്. ട്രേസി എന്താ ഇൻവൈറ്റ് കിട്ടിയേക്കുന്നത്? ട്രേസി നീ ഇതിൽ ആഡ് ചെയ്താ? ആടേ ചക്കരെ കുട്ടി. ശരണം. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അമ്മയെ വെച്ച് ഒറ്റട്ടായി വിളിക്കുന്നു. ലോകത്തേറ്റവും വലിയ അത്ഭുതം. അയ്യോ, പാട്ടൊരു അത്ഭുതം. അയ്യോ, ഇങ്ങനെ സ്ത്രീയാണത്. ഇതന്നെ അപ്പുറത്തുനിന്ന് വിളി. അച്ചാച്ചന്റെ അവിടെ കോഴി ഫാമിനകത്ത് കക്കൂസി കയറി നപ്പിയിട്ടിട്ട് വിളിച്ചോണ്ടിരിക്ക. അപ്പൊ ഞാൻ നിന്നെയും കൂടെ ഒന്ന് കാണിക്കാൻ വിളിച്ചതാ. ആ കോഴി ഫാമിനകത്തെ കക്കൂസില് ഒരു കോഴീന്റെ കക്കൂസില് അയാളും അച്ചാച്ചൻ 10 ലക്ഷത്തിന്റെ കോഴി ഫാമിനകത്ത് അച്ചാച്ചൻ കക്കൂസിലും. കഴിച്ചോ പറ. ഉച്ചക്കും കഴിച്ചില്ലേ? എന്റെ മക്കൾക്ക് അടുത്ത ആഴ്ച ഞാൻ കൊറേ വാങ്ങിത്തരാം. അപ്പൊ നീ ഇങ്ങനെ വായും പൊളിച്ചിരിക്കും എന്റെ മക്കൾ കഴിക്കുമ്പോ. ആ സമയത്ത് അമ്മയുണ്ടാവും അടുത്ത്. ഇവിടെ തന്നെ ഞാൻ മാത്രം ഒറ്റയ്ക്ക് ചെയ്യിക്കാം. അവിടെ നിന്ന് അമ്മയുണ്ടാവും. ഞാൻ കഴിച്ചിട്ട് ഊട്ടി വരിക്ക്. നിനക്ക് ഒരു പാക്കറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു പാക്കറ്റ് വെച്ചിട്ടുണ്ടടി. അമ്മന്റെ കുട്ടിക്ക് വെച്ചിട്ടുണ്ട്. ഇപ്പത്തെ വർഷത്തിന് എന്നെ എടുക്കും. എന്നെ കാണിച്ച് മതിപ്പിച്ച് വിശപ്പിച്ചിട്ട് അത്രയ്ക്ക് കൊതി തന്നെ. ക്ലാസ്സിൽ ഇന്ന് പ്രാക്ടിക്കൽ എക്സാം ബാച്ച് വൈസ് നടക്കും. ജെൻഡറായിട്ട് ലാസ്റ്റാ വരുന്നത്. അപ്പൊ അത്രയും ദിവസം എനിക്ക് ക്ലാസ് ഇല്ല. വെറുതെ ഗ്രൂപ്പിൽ കുത്തിരിക്കാം. എന്നാ വരുന്നേ? തിങ്കളാഴ്ചയോ അല്ല ചൊവ്വാഴ്ചയോ. അത് കഴിഞ്ഞാ വിടൂല്ലേ അവര്? അത് കഴിഞ്ഞ് ലീവ് എന്നാ തരുന്നെന്ന് നോക്കട്ടെ. അത് കഴിഞ്ഞിട്ട് എപ്പോഴും ഇറങ്ങുന്ന സമയമൊക്കെ നോക്കിയിട്ടേ റിസൾട്ട് ബുക്ക് ചെയ്യാൻ പറയാം. അല്ല അച്ഛൻ പൈസ ഇട്ടെന്നാ ഞാൻ ബുക്ക് ചെയ്തോളാം. എന്നാ പിന്നെ അങ്ങനെ ചെയ്യ്. ഞാൻ പൈസ ഇട്ട് തരാം. മക്കൾ തന്നെ ബുക്ക് ചെയ്ത് സൗകര്യം നോക്കിയിട്ട്. നല്ലത് നോക്കി ബുക്ക് ചെയ്ത് വിടും. അവൾ എന്തെങ്കിലും കാണിച്ചു അറിയാലോ. എന്റെ അമ്മക്കുട്ടി ഞാൻ നല്ലത് നോക്കി ബുക്ക് ചെയ്തോളൂ. ചീത്തയൊന്നും ആദ്യം വരുമ്പോ ട്രേസ് കുട്ടി അവിടുന്ന് ബുക്ക് ചെയ്താ വന്ന അറിയാവോ? ആരുണ്ട് കൂടെ ചെക്കന്മാരുടെ കൂടെ അല്ലേ? അവർക്ക് അമ്മ ഉണ്ടായിരുന്നു. എടാ ബുക്ക് പക്ഷെ ഞാൻ അവന്റെ കൂടെ ഇരുന്നു വന്നേ. ടേസ് കുട്ടാ റെഡ് ബസ് ഇല്ലേ? റെഡ് ബസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യാ. റെഡ് ബസ് അതിൽ കയറി ബുക്ക് ചെയ്തോ. എല്ലാ ബസ്സും കിട്ടും. അമ്മേന്റെ മുഖം നോക്കി ചിരിക്കുന്നേ എന്നാ ഇങ്ങനെ ഫിരിവ് ഇങ്ങനെ വെച്ചിട്ട്. അമ്മ പറയാ ടേസ് കുട്ടാ അമ്മ പറയാ എന്റെ ഭാര്യ മരിച്ചുപോയിന്ന്. അപ്പൊ ഇതാരാ? അത് ഇന്നലെ ചന്ത പറഞ്ഞതാടി. ഇന്നലെ ചന്ത പറഞ്ഞു. കിട്ടിയേ തന്ത കള്ളു കുടിച്ചു കഴിഞ്ഞാൽ തന്തയായിട്ടേ ഉണ്ടാവൂല. ഈ ചില അമ്മയ്ക്ക് എപ്പോഴാ ഭാര്യ ഉണ്ടായേ? അമ്മയ്ക്ക് എപ്പോഴാ ഭാര്യ ഉണ്ടായത്? എനിക്ക് ഭാര്യയോ? നീ എന്റെ ഭാര്യ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞതാണ്. എന്നാ പറഞ്ഞ? എടാ ഞാൻ പറയാം ഈ പെണ്ണുങ്ങളിനെ നമ്മൾ എടുക്കുമ്പോ ആദ്യത്തെ സ്ഥാനം അമ്മേനുള്ളത് ഏറ്റവും ഉയർന്ന സ്ഥാനം കിട്ടും. അമ്മേന്റെ നിലയ്ക്ക്. പിന്നെ സഹോദരന്റെ നിലയ്ക്ക് 2ാം സ്ഥാനം. പിന്നെ സുഹൃത്തിന്റെ നിലയ്ക്ക് 3ാം സ്ഥാനം. ഫ്രണ്ട്. പിന്നെ പരിസരവാസികളുടെ 4ാം സ്ഥാനം. അതെല്ലാം ഒരു കുഴപ്പമില്ലാണ്ടാവുക. ഈ ഭാര്യയാണ് ഒരു അവതാരം വന്നാൽ അത് മാത്രമാണ് ഒരു ഒന്നും പറയാൻ പറ്റാത്തൊരു അവതാരം എന്ന് പറഞ്ഞ്. അത് എത്ര പേരെ നിങ്ങൾക്ക് പരിചയം ഉണ്ടെന്ന് ചോദിച്ചാൽ എല്ലാരും അങ്ങനെയാണ്. അങ്ങനെ എത്ര ഭാര്യമാര് നിങ്ങൾക്ക് പരിചയമുണ്ട്? നിങ്ങൾ എന്നെ പറയണം, എന്നെ മാത്രം പറഞ്ഞാൽ പോരെ? അല്ല, പൊതുവെ ഞാൻ പറയുകയാണെന്ന്. പൊതുവെ എത്ര ഭാര്യമാരെ നിങ്ങൾക്ക് അറിയാന്ന് ചോദിച്ചാൽ അത് പറയാൻ പറ്റുന്നില്ല. ഞാൻ അങ്ങനെയാണെങ്കിൽ അവരവരുടെ അനുഭവം അല്ലേ പറയേണ്ടത്. ഞാൻ അങ്ങനെയാണെങ്കിൽ നീ ഇങ്ങനെയാണെന്ന് പറയണം. ആ
ധൈര്യം വേണം. വയറ് നിറഞ്ഞടി. ഇത്രയും പറഞ്ഞപ്പോ എനിക്ക് വയറ് നിറഞ്ഞു. എനിക്ക് വിശക്കാൻ തുടങ്ങി. നിനക്ക് പിസ്സ അല്ല, ഓർഡർ ചെയ്യട്ടെ? ഇന്നലെ പിസ്സ ഡർമ്മ ട്രേസ് കുട്ടാ പിസ്സ ഓർഡർ ചെയ്യട്ടെ? വേണ്ട, അവിടെ നിക്ക്. പോണ്ട. ട്രേസ് കുട്ടിക്ക് എന്താ പിസ്സ സ്നാക്സ്? എന്റെ പൊന്നെ അമ്മക്കുട്ടി ബായല്ലേ ട്രേസ് പറഞ്ഞ കുട്ടി, പിസ്സ വേണോ ചോദിച്ചാൽ ട്രേസ് കുട്ടാ, വേണ്ട പറഞ്ഞത് തന്നെ. ട്രേസ് കുട്ടി, ഞാൻ വെക്കുന്ന കറി മതി. ട്രേസ് കുട്ടാ, അവരുടെ റൂമിൽ ചെടിയിലുണ്ടോ സാധനം? എടാ ഉണ്ടോ? വെജിറ്റബിൾ പക്കോട ഓർഡർ പറയാലോ. ചെയ്യട്ടെ? ട്രേസ് കുട്ടാ വെജിറ്റബിൾ പക്കോട ഓർഡർ ചെയ്യട്ടെ? എന്താ വേണ്ട പറ മക്കൾക്ക്. വേണ്ട. എന്താ വേണ്ടേ? വെജിറ്റേറിയൻ ഐറ്റം പറഞ്ഞ അച്ഛൻ ഓർഡർ ചെയ്തതാ അങ്ങോട്ട്. ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല അച്ഛാ. ഞാൻ ചോറ് വാരി കൊടുത്താ മതി. You ഇപ്പൊ understand? കാര്യമില്ല. അല്ല, വരുന്ന സമയത്തെ കാര്യമില്ല. ഇപ്പൊ എനിക്ക് വരുത്തില്ലാമോ? ഞാൻ ഇപ്പോഴത്തെ കാര്യം ഈ തള്ള വരുമ്പോ കാര്യം പറയുന്നത്. You understand? ഒരു തന്നെ ഇപ്പൊ മൊത്തത്തിൽ അമ്മയെ കാൾ പിടിച്ചെന്ന് തോന്നുന്നു. ഞാൻ മിനിഞ്ഞാന്നാടി കള്ള് കുടിച്ചത്. ഞാൻ മിനിഞ്ഞാന്നാ കുടിച്ചത്. എന്റെ കെട്ടത് നോക്കി ഇറങ്ങിയിട്ടാ തള്ള 2 ദിവസം കുടിച്ചു. ഈ ആഴ്ച 2 ദിവസം കുടിച്ചു. അച്ഛാ. ഉം. അതൊക്കെ പറഞ്ഞു. ഇതൊരിക്കലും എന്റെ കെട്ടിറങ്ങിയിട്ടില്ലെന്ന് തോന്നുന്നു. അതാണ്. കളിക്കായിരുന്നടി. അവളുടെ സ്വപ്നത്തിൽ അങ്ങനെയാ. ആൽബി വന്ന് പാടുന്നു. ആൽബി വന്ന് കേറി വന്നപ്പോ അമ്മ പൂസാണോ ഒറ്റ കുത്തിട്ട് കൊടുക്കാൻ തോന്നിയ നേരത്തെ. ആര് പൂസാണോ അത്? അച്ഛൻ ഇതുപോലെ അല്ലേ അച്ഛന് ദേഷ്യം വരിക. അമ്മ ആൾക്കാരുടെ മുന്നിൽ വെച്ച് പൂസ. എടി അച്ഛൻ ആണല്ല എന്നും പറഞ്ഞ ഞാൻ എന്നെ പറയേണ്ട കാര്യം ഉണ്ടോന്ന്. അല്ല, അച്ഛന് ഇതുപോലെ ആൾക്കാരുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ പറയുമ്പോ അച്ഛന് അത്ര വിഷമം ഉണ്ടാവൂല്ലേന്ന്. നമ്മൾ തണ്ട കുടിച്ചിട്ടല്ലേ. ഞാൻ പറഞ്ഞിട്ട് എപ്പോഴും എന്റെ കുടിക്കാണോ? മക്കൾക്ക് ഉണ്ട്, മാലാക്കന്മാർക്കുള്ള ബോധം നിനക്കുണ്ടോ? ആ മാലാകന്മാർക്ക് സപ്പോർട്ട്. അച്ഛാ പൂസാണ്. അച്ഛന് ടച്ചിങ് വേണോ? ഇന്നലെ രാത്രിയിൽ അച്ചാറും കൊണ്ട് പുറകെ നടക്കാം. അച്ഛന് ടച്ചിങ് വേണം. കുടിച്ചു പുൾ 2 പുൾ 3ാമത്തെ പുള്ള് വന്നിട്ടുണ്ട്. കുടിച്ചിട്ടുണ്ടെന്നാണ് അർത്ഥം. അത് മനസ്സിലാക്കി. ഒരു പുൾ കുടിച്ചു. അതിൽ മനസ്സിലാക്കിയാൽ മതി. ഇപ്പൊ കുഞ്ഞാനുള്ളോണ്ട് ഞാൻ വീട്ടിലുണ്ടെങ്കിൽ ചക്കരക്കുട്ടി ഒരു കാര്യം തന്നെ ഉണ്ടല്ലോ. ഒരു പ്രാവശ്യം കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ അത് 2ാമത്തെ പ്രാവശ്യം വന്ന് ചോദിച്ചിട്ടുണ്ടാവും. പിന്നെ ശരി പോട്ടെ. പിന്നെ അത് പിന്നെയും വരും. ഒരേ കാര്യം ചോദിച്ചോട്ടെ അല്ലെങ്കിൽ ചക്കരക്കുട്ടി. പണ്ട് കള്ളു കുടിച്ച ഓടി എന്റെ അടുത്തോട്ടാ വരിക വർത്താനം പറഞ്ഞോണ്ട്. ഇപ്പൊ ഓടിപ്പോകും കുഞ്ഞാവേന്റെ അടുത്തോട്ട്. ഞാൻ വീട്ടിലുണ്ടെങ്കിൽ കുഞ്ഞാവ് ഓടും, അമ്മയോടും, ഞാൻ വിടും. വർത്താനത്തിന്റെ ഇടയ്ക്ക് 4ാമത്തെ അടുത്ത് ഞാൻ വഴക്കുണ്ടാക്കും. അപ്പോഴത്തേന് പോയിക്കോളും. ശരിടാ, സമയം പോയി. ആണ്ടവൻ അഴുത്ത പടി ഇതാന്ന് പറഞ്ഞിട്ട് പോയിക്കോളും. ഇന്നലെ പറഞ്ഞോണ്ടിരിക്ക മര്യാദക്ക് നിന്നോട് വർത്താനം പറഞ്ഞ അങ്ങ് വെച്ചാ മതിയല്ലോ. എടാ അമ്മ അവിടെ ഉള്ളവർക്കും ഇവിടെ ഉള്ളവർക്കും മറ്റവർക്കും ഒക്കെ നല്ലതാണ്. ഭാര്യ എന്നൊഴിച്ചാൽ ഇങ്ങനെയാണ് കേറി. ഞാൻ ട്രേസ് കിട്ടാ നീ ഫോൺ വെച്ചോ, ഇനി ശരിയാവൂല, ഇനി ഇവിടെ വഴക്കാരിക്കുണ്ടാകാണ്. ഞാൻ റൂമിൽ പോയി മുഖത്ത് ക്രീം തേക്കുമ്പോഴത്തേന് പിന്നെയും വന്ന അവിടെ വന്നിട്ട് തുടങ്ങി. ഞാൻ നിങ്ങൾക്ക് എത്ര പേരെ പരിചയം ഉണ്ടെന്ന് ചോദിച്ചു. ഇങ്ങനെ ഭാര്യ അല്ലാത്തത് എത്ര പേരെ പരിചയം. എല്ലാവരെയും കണ്ടിട്ട് എന്റെ അടുത്ത് പറഞ്ഞു ഭർത്താവ് ആദ്യം നല്ലതാണ്. ഷെയർ ചാറ്റിൽ ഏതോ കുഞ്ഞാന്നല്ലോ ഷെയർ ചാറ്റിലോ എവിടെയും വീഡിയോ കണ്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ ആരെങ്കിലും കത്തി വെച്ച് കൊടുത്തിട്ടുണ്ടാവും. കുറെ ചീത്ത കൂട്ടുകെട്ടുകളുണ്ട്, അവരൊക്കെ കത്തി വെച്ച് കൊടുത്തിട്ടുണ്ടാവും. ഇല്ലടാ, ഞാൻ നേരെ വീട്ടിൽ എനിക്ക് ഒരു കൂട്ടില്ലല്ലോ. എന്റെ മക്കൾക്ക് ഞാൻ നല്ല അമ്മയാണോ? ആ അത് നല്ലതല്ല. അമ്മ സഹോദരി അതെല്ലാം നല്ലതാണല്ലോ. അമ്മയായിട്ടും സഹോദരിയായിട്ടും ഫ്രണ്ടായിട്ടും. പറയണ്ട സഹോദരി. ഞാൻ അവന്റെ അടുത്ത് പോയി വർത്താനം പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടോ? കണ്ണീര് ഒലിപ്പിച്ച് ആങ്ങളെ പോങ്ങളെന്നും പറഞ്ഞിട്ട് പോകുന്നുണ്ടോ? അത് തന്നെ കോട്ട കഴിഞ്ഞിരിക്കുന്നു. ഇനി മിണ്ടിയ പ്രശ്നം വേറെ രീതിക്ക് പോകും. മക്കൾക്ക് ഞാൻ നല്ല അമ്മയാണ്. പക്ഷെ മക്കൾക്ക് ഞാൻ നല്ല അമ്മയാണ്, അതെനിക്ക് ഉറപ്പാ. ഇന്നലെ വേറൊരു കാര്യം അതിന് ഓർമ്മ. ക്ഷമയാണ് ഏറ്റവും വലിയ പുണ്യം. അത് ട്രേസി കുട്ടിക്ക് ഇഷ്ടം പോലെ ഉണ്ട്. ട്രേസി കുട്ടിനെ ഇഷ്ടം പോലെ. ഞാൻ അതല്ല പറയുന്നത്. ഞാൻ ട്രേസി കുട്ടിനെ പോലെ മാറണം, ട്രേസി കുട്ടി എന്നെ പോലെ മാറണം. എന്താ എനിക്ക് ക്ഷമയില്ലെങ്കിൽ എന്റെ കാര്യത്തിൽ കട്ടപ്പോലെയാ. ക്ഷമ എനിക്ക് നല്ല രീതിക്ക് വേണ്ടതാ. എന്റെ കരിയറിന് ക്ഷമ നല്ല രീതിക്ക് വേണ്ടതാ. ക്ഷമ ഇല്ലെങ്കിൽ എന്റെ കാര്യത്തിൽ അതാണ് പറയുന്നത്. നിനക്ക് നീ ക്ഷമാശീലൻ ശാന്ത സ്വരൂപിയോ. ഞാൻ അതില്ലല്ലോ. ഞാൻ നിന്നെ പോലെ മാറണം,
നീ എന്നെ പോലെ ഉഷാറാവണം, ഇത്രേ ഉള്ളൂ സംഭവം. ദൈവത്തിന് ആവശ്യത്തിനനുസരിച്ചുള്ള ഉഷാറും കാര്യങ്ങളും അവരവർക്ക് ദൈവം കൊടുത്താ വിട്ടേക്കുന്നത്. നിങ്ങളുടെ ഉഷാറൊക്കെ നിങ്ങൾ കൈ വെച്ചോണ്ടിരിക്കുക. ക്ഷമ വേണമെങ്കിൽ നിങ്ങൾ വരുത്തുക. ട്രേസിക്കൂട്ടിനുള്ളത് ട്രേസിക്കൂട്ടിന് ഇരുന്നോട്ടെ. ഇത്രയും ക്ഷമയോടെ മറ്റത്തെ അമ്മേന്റെ കൂടെ ഇരിക്കുന്ന സമയത്ത് ഓം ശാന്തി. ഞാനോ അമ്മ അതിലെ ക്ഷമയോടെ ഇരിക്കുന്നത്. അമ്മ അതിലെ ക്ഷമയോടെ ഇരിക്കുന്നത്. അച്ഛൻ മാത്രം ക്ഷമ. ട്രേസിക്കൂട്ട ഞാന് അനുഭവിച്ച വേദന ആർക്കടി അറിയാം അമ്മ അനുഭവിച്ച വേദനയൊക്കെ അറിയാം. പക്ഷെ അച്ഛക്ക് ഇച്ചിരി സപ്പോർട്ടൊക്കെ വേണ്ടമ്മ. അമ്മയ്ക്കല്ല ചില്ലത്തെ എനിക്ക് അച്ഛത്തെ ക്ലിയർ അമ്മേനെ ക്ലിയർ ആവുന്നില്ല. ഞാൻ ഇവിടെ വർത്തമാനം പറയാടാ. ഇല്ലല്ല അമ്മേനെ ക്ലിയർ ആവില്ല. പോയി സിഗ്നൽ ഇല്ല. പോ അമ്മയ്ക്ക് സിഗ്നൽ ഇല്ലാത്ത ഇല്ലടാ, ഇവിടേക്ക് എനിക്ക് പ്രശ്നമില്ല. എനിക്കൊരു പ്രശ്നമില്ല. എനിക്കാണ് ഇവിടെ ബെറ്റർ സിഗ്നലിനൊക്കെ വന്നു. ബെറ്റർ തന്നെ ഞാൻ ബാഡ് സിഗ്നൽടാ, ബാഡ് സിഗ്നൽ, ബെറ്റർ സിഗ്നൽ ബാഡ് സിഗ്നൽ ആയിരിക്കും. കുഞ്ഞാവേ ഞാൻ എപ്പോഴും അടിയാടി എടി ബെറ്റർ സിഗ്നലിന് നടക്കുന്നതിന് ബാറ്ററി സിഗ്നലിന് വായിക്കുക. ഞാൻ തെറ്റി നിന്നോട്. എടാ, അമ്മയ്ക്ക് പിണങ്ങാൻ വേണ്ടിട്ട് ഒരു കാര്യേ വേണ്ട. വെറുതെ പിണങ്ങും. ഒന്നില്ലെങ്കിലും വെറുതെങ്കിലും പിണങ്ങും. ഒന്നില്ലെങ്കിലും വെറുതെങ്കിലും പിണങ്ങും. അതേടാ. ആരാ? കുഞ്ഞാവല്ലേ? മാളാക്ക 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 നമ്പർ 2. ആ കണ്ട് എന്റെ കൊച്ച ഇപ്പം മണി എന്റെ കുഞ്ഞ് അങ്ങനെ തന്നെയായിരിക്കും. വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് പണിയെടുക്കാൻ പറയുമ്പോഴും കേട്ടോ പണിയെടുത്തരാവേ. ഇപ്പൊ രാവിലെ എന്നാ പറഞ്ഞ? നീ രാവിലെ എന്നാ വേണ്ട ഇക്കോട്ടെ അമ്മ. രാവിലെ ഉണ്ടല്ലോ ചിച്ച, ഞാൻ പറയുന്നില്ല വെറുതെ. എന്നാലും ഇന്നലെ രാത്രി ആകുമ്പോ ശരിയാ മോശമാകുമ്പോ കുട്ടിയെ മെസ്സേജ് അയച്ചിട്ട് സ്ക്രീനാക്കി പോയത് മോശം. നിനക്ക് വിഷമാണോ ഇല്ലയോന്ന് അറിയാൻ വേണ്ടിട്ട് മെസ്സേജ് ഇട്ടതാണ്. അതെ അതെ അതെ. നീലിവേന്റെ അടുത്ത് കിടക്കുക എന്നിട്ട് സീൻ ആക്കിട്ട് പോയി. എന്നിട്ട് അമ്മ എന്ന് മോളെ വിളിക്കുക. അറിഞ്ഞാണ്ട് വയ്യാണ്ട് കിടക്കുവാണല്ലോ, എന്താ പറ്റിയടാ വിളിക്കുക. ഇത്ര നേരം കളിയാക്കുന്നതിന് വല്ല വയ്യാഴിക നിനക്കുണ്ടോ? അത്ര വലിയ എനിക്ക് ഇന്ന് ആ ഡേറ്റ് കഴിഞ്ഞ് 10 ദിവസത്തെ വയറുവേദന വന്നിട്ട് ഞാൻ അനുഭവിച്ച വേദന ആരും അനുഭവിച്ചിട്ടൊന്നും ഇല്ലല്ലോ. കുഞ്ഞാൻ എനിക്ക് ചൂടാക്കി. നിങ്ങൾക്കൊരു ജലദോഷം വന്നാൽ നിങ്ങൾക്ക് അവിടെ കിടന്നാ മതി. ഇവിടെ ഓരോരുത്തർക്ക് ജലദോഷം 3 ദിവസം കട്ടിലേന്ന് കണ്ണ് തുറക്കൂല. ഞാൻ ക്ലാസ്സിൽ പോയാ പനിയും വെച്ചോണ്ടറിയോ? ഞാൻ ലീവ് എടുക്കാൻ പറഞ്ഞ ചക്കരക്കുട്ടിയാ പോയത്. ഞാൻ ലീവ് എടുക്കാൻ പറഞ്ഞ അതൊക്കെ അവനവൻ പ്രതിരോധം കണ്ടെത്തണം. സ്വയം പ്രതിരോധം കണ്ടെത്തണം. ഇതുപോലെ പനിച്ച് മേലുവേദനയൊക്കെ എടുത്തിരിക്കുന്ന സമയത്ത് ഹോസ്പിറ്റലിൽ പോയിട്ട് വർക്ക് ചെയ്യുമ്പോ ഉണ്ടല്ലോ നല്ല രസമായിരിക്കും. എടാ അത് നമ്മള് വയ്യാന്ന് പറഞ്ഞോണ്ടിരുന്ന അങ്ങനെ തന്നെ ഉണ്ടാകും. എടാ അവക്ക് തീരെ വയ്യാതെ പറയുമ്പോ പിന്നെ വയ്യാന്ന് പറയാതെ പിന്നെ ചാടാൻ പറ്റുമോ? എനിക്ക് വർത്താനം കേൾക്കുമ്പോ അറിയാം തീരെ വയ്യാഴിക എങ്ങനെ ഉണ്ടാകും. തീരെ എനിക്ക് ആ മോന്ത കാണുമ്പോ മനസ്സിലാകുന്നില്ല എത്ര ഡല്ലായിട്ടുണ്ട്. നിന്റെ മോന്ത പോലെയാ? എനിക്കറിയാം കേട്ടോ. നിന്റെ പല്ല് എത്ര എണ്ണം കാണുന്നുണ്ട്? എന്റെ കൊച്ചിന് ഒരു വാ കൂടെ തിറക്കാൻ പറ്റുന്നില്ല. ചിരിയാത്തത് എന്റെ പല്ല് അങ്ങനെയാ. ഒന്ന് വർത്താനം പറയാൻ മൊത്തം കളി. സ്ക്രീൻഷോട്ട് എടുക്കാണോ? ഇല്ലടാ, ഇല്ല എന്റെ കയ്യിൽ ഇല്ലടാ. ഒരു കയ്യിലെ ഫോൺ ഉണ്ടാ, ഒരു കയ്യിലെ ഫോൺ എങ്ങനെയാ വിളിക്കണേ? വണ്ടിയിൽ നോക്ക്. ഇല്ലടാ, ഇല്ലെന്ന് പറഞ്ഞാൽ അത് ആദ്യം കേക്ക്.
നിങ്ങൾ ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾക്കും. ഇങ്ങനെ വെട്ടാൻ എന്താ ഇത് മതിയോ? അത് മതി. ഇപ്പൊ പല്ല് കണ്ടാച്ചാല് 32 പല്ലും. നല്ല പല്ല ഡ്രസ് കിട്ടാ. നിന്റെ പല്ല് നല്ല സുന്ദരം പല്ല. നമ്മുടെ വീട്ടിലെ മക്കളുടെ രണ്ടാൾ പോലെ അടിപൊളിയാ. ഓ കുഞ്ഞാവന്റെ ഫോട്ടോ കുഞ്ഞാവ് സൂം ചെയ്ത് നോക്കാ. ഈ വേണടി ഈ കാണിക്കാൻ പറഞ്ഞ് കണ്ണ കാണിക്കാൻ തന്നെ കിട്ടും. എന്നാ ഇനി 4 ചിറക് വാങ്ങണം. 4 ചിറക് വാങ്ങണം. നിനക്ക് 2 കുഞ്ഞാവിക്ക് 2 ചിറക്. എവിടെ കമ്പിയിടാന്? നിന്റെ ചിരിയാണ് ഏറ്റവും നല്ല രസം. നോക്ക് നോക്ക് എന്ത് സുന്ദരി കുട്ടിയാ നോക്ക്. ഞാൻ സിനിമയിൽ ഫോട്ടോ അതാ ഞാൻ കയ്പുണ്ടോ? എത്ര നന്നായിട്ട് എടുത്തു കൊടുത്തേ. നീ പണിക്കുന്നുണ്ട്, കയ്പുണ്ടാവില്ലേ? ഇല്ല, ടേസ്റ്റ് വ്യത്യാസം ഉണ്ടോ ഫുഡിന്? ടേസ്റ്റ് വ്യത്യാസം എനിക്കുണ്ടല്ലോ, എനിക്ക് നല്ല നല്ല ഫുഡ് കഴിക്കാനുണ്ടല്ലോ. കഴിച്ചിട്ട് അറിയോ? നല്ല ചിക്കൻ കറി കൂട്ടി ഭക്ഷണം കഴിക്കണം, മീൻ കറി കൂട്ടി ഭക്ഷണം കഴിക്കണം. കഴിക്കാനിട്ടാ ഒക്കെ അടുത്ത ആഴ്ച ലിസ്റ്റ് ആക്കി അച്ഛൻ എല്ലാം ഉണ്ടാക്കി തരാൻ പറയാം അമ്മയടുത്ത്. 4 ദിവസം 4 ദിവസം ഞാൻ വെയിറ്റ് ചെയ്യണം ഡാഡി. ആണോ? പൈസ അയച്ചു തരാം കേട്ടോ. മക്കൾക്ക് പൈസ അയച്ചു തരാം. 1000 രൂപ അയച്ചു തരാം. ടിക്കറ്റ് ബുക്ക് ചെയ്ത് അച്ഛാ എനിക്ക് സൺഡേ ആകുമ്പത്തേക്ക് പൈസ അയച്ചാൽ എനിക്ക് തിങ്കളാഴ്ചയാണ് ചൊവ്വാഴ്ചയാണ് എക്സാം എന്നറിയില്ല. 300 കൊടുക്കണം അവിടെ എക്സാമിന് ഫീസ്. കൊടുത്തല്ലേ എക്സാം ഫീസ്? അത് തിയറിന്റെ അല്ലേ കൊടുത്തത്, പ്രാക്ടിക്കൽ എക്സാമിന്റെ പൈസ. പ്രാക്ടിക്കലിന് 300. ബസ് ടിക്കറ്റ് അറിയില്ല അച്ഛാ, നോക്കണം. ഞാനൊരു ഒരു 500 അടിക്കേ വരുള്ളൂ. 500 അടിക്കേ വരത്തുള്ളൂ. ഞാനൊരു 1000 അയച്ചു തരാം. തൽക്കാലം വെച്ചോ, 2 കൂടി പേ ചെയ്തോ കേട്ടോ. പോരെ ഞാൻ ഇപ്പൊ തന്നെ അയച്ചു കേട്ടോ. മക്കളെ സന്തോഷം, മക്കൾക്ക് ഇഷ്ടമുള്ള എല്ലാം വാങ്ങി തരാം കേട്ടോ. 2-3 ദിവസം എക്സ്ട്രാ നമുക്ക് ലീവ് എടുത്തിട്ട് അടിച്ചു പൊളിക്കാം. അടിച്ചൊന്നും പൊളിക്കണ്ട, ഞാനിവിടെ കിടന്ന് പൊളിയാൻ പറ്റൂല കേട്ടോ. അടുക്കളയിൽ വന്നോണം. കാരാപ്പുഴ ഡാം കാണാൻ പോവാടി. കാരാപ്പുഴ ഡാമിലൊക്കെ വെള്ളമാ. ഇല്ലല്ല, വെള്ളം ഒന്നുമില്ല. ഞാൻ കൂട്ടിക്കൊണ്ടുവരാം. എങ്ങോട്ട് പോണ്ട, ഞാൻ കൂട്ടിക്കൊണ്ട് പോയിക്കോളാം. വേണ്ട. ഭൂരിപക്ഷല്ല, ഞാനുണ്ട്. നീ ഉണ്ടോടി? വീട്ടിൽ പുറത്തിറങ്ങുന്നില്ല. പോരെ, അമ്മനെ കെട്ടിപ്പിടിച്ചിരുന്നാ പോരെ. നീ അവിടത്തെ ട്രക്കിങ് പോയി. പിന്നെ മോനെ അങ്ങോട്ട് ഞാൻ കടത്തി വിടൂല. ഇപ്പൊ മഴ കെടുതിയില് ഉരുൾപൊട്ടൽ. 2000 രൂപ പോയി കഴിഞ്ഞാൽ ഹിൽ ടോപ്പില് നല്ല ട്രക്കിംഗ് ഉണ്ടാവും. അവിടെ നിറയെ സംഭവങ്ങൾ അഡ്വഞ്ചേഴ്സ് ഒക്കെ ഉണ്ട്. ഊഞ്ഞാൽ അങ്ങനെ വിട്ട് അങ്ങ് പോവും. നീയും പോവും. 1000 രൂപയ്ക്ക് എല്ലാം കിട്ടും. എവിടെയാടാ? ഇത്ര കറുത്തിട്ട് ഈ കൊച്ചിത്ര വെളുത്തിട്ട് എവിടെയാടാ? പിന്നെ അങ്ങനൊന്നും പറയല്ല. കാളക്കുട്ടി പോത്തൊന്നും അല്ല, മാലാകയാ. അയ്യോ ചങ്ക് ചകർക്കല്ലേടി കാളക്കുട്ടി. എടോ, ഓരോ അച്ഛനെ അറിയത്തുള്ളൂ മക്കള് മാളാക്കിയാണോ എന്താണോ. തള്ളക്ക് ഒന്നും അറിയത്തില്ല. ഞാൻ എന്നോട് ഈ ലോകത്തിലെ എല്ലാവർക്കും മക്കളാണ്. എനിക്ക് 2 മാളാക്കമാണ് ദൈവം തന്നേക്കുന്നത്. അത് നിനക്ക് നല്ലോണം അറിയാലോ. എനിക്കറിയത്തില്ലത്. എന്നാ പിന്നെ അറിയാതെ അറിഞ്ഞാ മതി.
പൊൻകുഞ്ഞാന്നറിയാം, അതേ എനിക്കറിയുള്ളൂ. പൊൻകുഞ്ഞല്ല, മാലാക്കന്മാരാണ് രണ്ടും. അതാദ്യം മനസ്സിലാക്കി. ഇനി അതുപോലെ അവരെ കെയർ ചെയ്യണം. അമ്മ അമ്മേന്റെ കണ്ണ് കാണിക്കാണ്ട് കുറച്ച് താഴോട്ടും കൂടെ വെക്കുമ്പോ പുറകില് പിറ്റേ കാണുന്നു എനിക്ക്. തള്ളക്ക് അങ്ങനത്തെ ഒരു കോമൺ സെൻസ് ഇല്ലല്ലോ. ഇപ്പൊ അതാ തല കാണുന്നില്ല. എടാ നീ എന്താടാ കാണിക്കുന്നത്? തല്ലേ കോമൺ സെൻസ് വർത്താനം പറ കേട്ടോ. കോമൺ സെൻസ് ഇല്ലാത്ത ഞാൻ എന്റെ കൊച്ചിനെ വിളിച്ചാ കട്ടേത് പോ. നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് ഫോൺ വിളിച്ചത്? പിന്നെ അമ്മ കുറച്ചിലോട്ട് പൊക്കി വെച്ചാ കുട്ടി അമ്മേന്റെ മോന്തേന്റെ താടിന്റെ അവിടെ താഴോട്ടായിരുന്നു, മൂക്കിന്റെ മേളിലോട്ടായിരുന്നു. ഇപ്പൊ മൂക്കിന്റെ താഴോട്ടായിരുന്നു. കാണുന്നുണ്ട്, കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഇപ്പൊ കാണുന്നുണ്ട്. എന്റെ കുട്ടി സുന്ദരിയല്ലേ? ദേഷ്യം പിടിക്കുമ്പോ സുന്ദരിയാന്ന് നോക്കിയോളൂ ചേച്ചാ. അമ്മ ഇന്ന് ഭയങ്കര സന്തോഷത്തില. എന്താ ചോദിക്ക്? ജന്മനാ കിട്ടിയ സൗന്ദര്യാണ്, അത് മാത്രം പറയരുത്. നീ ആ കിടപ്പിൽ ഇപ്പോഴും കിടക്കാണ് ഡ്രസ്സിക്കൂട്ട. ഞാൻ വയറുവേന എടുത്തിട്ടാ കുറച്ചു നേരം കിടന്നത്. എന്നിട്ടാണ് ഇത്ര വർത്തമാനം പറയുന്നത്? പണിയില്ലമ്മ, താഴെ ഇറങ്ങി എന്നിട്ട് എന്നാ കാണിക്കാനോ? എന്നിട്ടാണ് ഇത്ര വർത്തമാനം പറയുന്നത്? വർത്തമാനത്തിന് കുറവൊന്നുമില്ലല്ലോ ആർക്ക്? തള്ളക്ക്. ഞാൻ വർത്താനം പറയാം, ഞാൻ ട്രേസിയോട് വർത്താനം അല്ല, പറയാം. നീ ഭയങ്കര വയറുവേദനയാണ്. ആണ് ഞാൻ ചേട്ടനൊക്കെ ഞാൻ കുഞ്ഞാവ് ചൂടുവെള്ളം ആ ബാഗിനകത്താക്കി തന്നിട്ട് പോയി. ഡാഡിക്ക് അറിയത്തില്ല, അമ്മയ്ക്ക് വയറുവേദന എടുക്കുന്ന സമയത്ത് അമ്മേന്റെ വാ കുറച്ചും കൂടെ കൂടുതൽ വർക്കാവുക. ആ സമയത്ത് നല്ല ദേഷ്യമായിരിക്കുന്നേ. മോളെ എന്നാ സ്പെഷ്യൽ എന്നല്ല നീ ചോദിച്ചത്. അയ്യോ പാവയ്ക്ക് മാത്രം വെക്കല്ലേ. അന്ന് എന്നതാ മോൾ ഇന്ന് വരുമ്പോ എന്താ ഉണ്ടാകാന്ന് മാത്രം നോക്കി. അയ്യോ അമ്മ നോക്കട്ടെ, ഫുഡിന്റെ പേരിൽ ഭീഷണിപ്പെടുത്തുന്നേ. അമ്മ ഫുഡിനെ വെച്ച് കളിക്കണ്ട. ഞാൻ കുറേ നാളൊക്കെ ശേഷം വീട്ടിൽ വന്നിട്ട് നല്ല ഫുഡ് കഴിക്കാൻ വെച്ച് വരുന്നയാ. ആൾക്കാർ അല്ല ഞാൻ അമ്മത്തെ നന്നായിട്ട് തന്നെ നിന്നു. എന്റെ അമ്മക്കുട്ടി സുന്ദരിയല്ലേ? എന്റെ അമ്മക്കുട്ടി പച്ച മക്കൾ അതൊക്കെ നോക്കിക്കോ. ബൈ. താങ്ക് യു. ഓ എന്തേലും കാണിച്ചോടാ പോടാന്ന്. നീ എന്തേലും കാണിച്ചു, നിങ്ങളായി നിങ്ങളുടെ വഴിയായി പൊയ്ക്കോ 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 പോ 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 പോ. അങ്ങനെ പറയാ. ഇല്ലടാ കട്ടാക്കി അച്ഛനെ കട്ടാക്ക്, നിങ്ങൾ കട്ടാക്ക്, അല്ലെങ്കിൽ ഞാൻ കട്ടാക്കിയാൽ ഇതായിപ്പോ. കുഞ്ഞുകുട്ടി, കുഞ്ഞാവേ, കുഞ്ഞാവേ ബൈ 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 ബൈ. ഓക്കേടാ.